ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവിൻ്റെ തിരുനാളിനൊരുക്കമായ ദൈവരാജ്യാനുഭവ ധ്യാനത്തിൽ പങ്കെടുക്കുന്ന നമുക്ക് ഈ നാളുകളിൽ ലഭിക്കുന്ന സമൃദ്ധമായ കൃപയെപ്പറ്റി ആനന്ദിച്ച് കർത്താവിന് നന്ദി പറയാം. 6-ാം ദിനമായ ഇന്ന് ദൈവരാജ്യത്തിൻ്റെ ഒരു പ്രത്യേക വശത്തെപ്പറ്റി ചിന്തിക്കുകയാണ്. അഷ്ടസൗഭാഗ്യങ്ങളിലെ ആദ്യത്തേതാണ് നമ്മുടെ വിചിന്തന വിഷയം. ആത്മാവിൽ ദരിദ്രർ ഭാഗ്യവാന്മാർ, എന്തെന്നാൽ സ്വർഗരാജ്യം അവരുടേതാണ്. ദൈവരാജ്യം അഥവാ സ്വർഗരാജ്യം ദരിദ്രരുടേതാണ് എന്ന യേശുവിൻ്റെ ഈ പ്രസ്താവന ഏറെ ചർച്ചകൾക്കും ധ്യാനത്തിനും ആശയവിനിമയത്തിനെല്ലാം കാരണമായിട്ടുള്ള ഒന്നാണ്. ആത്മാവിൽ ദരിദ്രർ എന്ന ഈ വാക്കിൻ്റെ അർത്ഥം എന്താണെന്ന് ഗ്രഹിക്കാൻ ചരിത്ര പശ്ചാത്തലം സഹായിക്കും. യേശുവിൻ്റെ കാലത്ത് അതിനു മുൻപും പാലസ്തീനയിൽ ഉണ്ടായിരുന്ന ഒരു സന്യാസ സമൂഹമാണ് കുമ്രാൻ സന്യാസികൾ. സുവിശേഷത്തിൻ്റെ ചൈതന്യം അതിൻ്റെ പൂർണ്ണതയിൽ ജീവിക്കാൻ ശ്രമിച്ചിരുന്നവരായിരുന്നു അവർ. പഴയ നിയമകാലത്തെ സന്യാസികളായിരുന്നു അവർ. അവർ തങ്ങളെ വിശേഷിപ്പിച്ചിരുന്നത് കൃപയിൽ ദരിദ്രർ, ദൈവത്തിൻ്റെ വീണ്ടെടുക്കപ്പെട്ട ദരിദ്രർ എന്നിങ്ങനെയുള്ള പദങ്ങളിലൂടെയാണ് സ്വയം വിശേഷിപ്പിച്ചിരുന്നത്. ദൈവത്തിൻ്റെ ദരിദ്രർ എന്നൊരു ആശയം പഴയ നിയമകാലത്ത് തന്നെ നിലവിലുണ്ടായിരുന്നു. BC 587 ബാബിലോണിയക്കാർ യൂദയ ആക്രമിച്ച് കീഴടക്കി. അതോടെ ഇസ്രായേലിലെ 90% ആളുകളെയും അവർ ബന്ദികളാക്കി പിടിച്ചുകൊണ്ട് പോയപ്പോൾ അന്ന് ഇസ്രായേലിലെ 90% ആളുകളും തങ്ങളെ തന്നെ ദരിദ്രർ എന്ന് സ്വയം വിളിച്ചിരുന്നു. അവർ അത്രമാത്രം ദാരിദ്ര്യവും ഞെരുക്കവും വിപ്രവാസകാലത്ത് അനുഭവിക്കേണ്ടി വന്നു. 50 വർഷത്തിന് ശേഷം പേർഷ്യൻ രാജാവായ സൈറസ് ഈ പ്രവാസകാലം അവസാനിപ്പിച്ചെങ്കിലും പേർഷ്യൻ നികുതി വ്യവസ്ഥ അവരെ വീണ്ടും ദാരിദ്ര്യത്തിൽ മുക്കി. ഈ കഠിനമായ ദാരിദ്ര്യം അവർക്ക് ഉപകാരമായി തീർന്നുവെന്ന് ഇസ്രായേൽ ജനത മനസ്സിലാക്കി. അത് അവരെ ദൈവത്തിലേക്ക് അടുപ്പിക്കുകയാണ് ചെയ്തത്. ദരിദ്രർ അവരുടെ എളിമയിൽ ദൈവഹൃദയത്തോട് ഏറ്റവും അടുത്തിരിക്കുന്നുവെന്ന് അവർക്ക് തന്നെ അവരുടെ ജീവിത അനുഭവത്തിൽ നിന്ന് ബോധ്യമായി. പണക്കാർ ധാർഷ്ട്യം നിറഞ്ഞ അഹന്തയിൽ തങ്ങളിൽ തന്നെ ആശ്രയിക്കുമ്പോൾ ദരിദ്രർക്ക് ആശ്രയിക്കാൻ ആരുമില്ലാത്തതിനാൽ അവർ ദൈവത്തിൽ ശരണം വയ്ക്കുന്നൊരവസ്ഥയിലേക്ക് ദാരിദ്ര്യവരെ കൊണ്ടുവന്നു എന്ന് നമുക്ക് മനസ്സിലായി. അവർ ദൈവത്തിൻ്റെ രക്ഷിക്കുന്ന സ്നേഹത്തിനായി ജാഗരൂകതയോടെ കാത്തിരിക്കുന്നവരായി രൂപാന്തരപ്പെട്ടു. അവരുടെ ഈ ദാരിദ്ര്യ അവസ്ഥ, ഏറെ നാൾ നീണ്ടുനിന്ന ഈ ഇല്ലായ്മയുടെ അവസ്ഥ അവരെ ക്രിസ്തുവിന് വേണ്ടി വാതിൽ തുറന്നു കൊടുക്കുവാനുള്ള ഒരു സന്ദർഭവും സാഹചര്യവുമായി അവരുടെ ജീവിതത്തിൽ സംഭവിച്ചു. അങ്ങനെയാണ് യേശുവിൻ്റെ ജീവിതം ആരംഭിക്കുന്നത് ദരിദ്രരിൽ നിന്നാണ്. മറിയവും ജോസഫും തീർത്തും ദരിദ്രരായിരുന്നു. ശമയോനും അന്നായും സമ്പന്നരായിരുന്നില്ല. സക്കറിയായും എലിസബത്തും സാധാരണക്കാരായിരുന്നു, ദരിദ്രരായിരുന്നു. ക്രിസ്തുവിൻ്റെ ജനന വാർത്ത അറിയിക്കപ്പെട്ട ആട്ടിടയരും പരമദരിദ്രരായിരുന്നു. യേശുവിൻ്റെ സഭയുടെ അടിസ്ഥാന ശിലയാകേണ്ടിയിരുന്ന 12 അപ്പോസ്തലന്മാരും ദരിദ്രരായിരുന്നു, ഒന്നുമില്ലാത്തവരായിരുന്നു.
പുതിയ നിയമം ആരംഭിക്കുന്നത് തന്നെ കർത്താവിൻ്റെ ഈ ദരിദ്രർ എന്ന വിഭാഗത്തിൽ നിന്നാണെന്ന് ഈ ചരിത്രം നമ്മളെ പഠിപ്പിക്കുകയാണ്. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ അവതരിപ്പിക്കുന്ന നീതിമത്കരണത്തിൻ്റെ ദൈവശാസ്ത്രം, തിയോളജി ഓഫ് ജസ്റ്റിഫിക്കേഷൻ, അതനുസരിച്ച് ദൈവത്തിന് മുമ്പിൽ മനുഷ്യനുണ്ടായിരിക്കേണ്ട മനോഭാവം ഈ മാനസികാവസ്ഥയാണ്. ഇത് വെറും സാമ്പത്തിക ദാരിദ്ര്യമല്ല. സാമ്പത്തിക ദാരിദ്ര്യം ഒരാൾക്കും രക്ഷ കൊണ്ടുവരണമെന്ന് നിർബന്ധമില്ല. സമ്പത്തില്ലാത്ത അവസ്ഥ മനുഷ്യനെ ദൈവത്തിൽ കൂടുതൽ ആശ്രയിക്കാൻ സഹായിച്ചേക്കുമെങ്കിലും പലപ്പോഴും വിപരീത അനുഭവങ്ങളും ഉണ്ടാകാറുണ്ട്. ഇല്ലായ്മ ദൈവവിശ്വാസം നശിപ്പിക്കാനും ദൈവത്തിനകറ്റാനും കാരണമാകാറുണ്ട്. അതേസമയം തന്നെ ഈ ആത്മാവിലെ ദരിദ്രരെന്ന് പറയുന്ന അവസ്ഥ ഒരു മാനസിക ഭാവത്തിൽ ഒതുക്കാവുന്നതുമല്ല. അതിൻ്റെ ഉദാഹരണങ്ങളാണ് സഭാചരിത്രം. സഭയുടെ ഉണർവിനും നവീകരണത്തിനും പ്രധാനമായും കാരണമായത് അസീസിയിലെ ഫ്രാൻസിസ് പുണ്യവാനെ പോലെയുള്ള ദാരിദ്ര്യത്തെ അക്ഷരാർത്ഥത്തിൽ പ്രണയിച്ച വിശുദ്ധരായിരുന്നു. സർവസംഘ പരിത്യാഗികളായി ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിന് സാക്ഷ്യം വഹിക്കാൻ വേണ്ടി ഞങ്ങൾക്കുള്ളതെല്ലാം കൈവിട്ട അവർ ഇന്നും ലോകത്തിന് മുമ്പിൽ സമാരാധ്യരായി തുടരുകയാണ്. പരിത്യാഗത്തെയും സ്വയം ത്യജിക്കലിൻ്റെയും സ്വയമില്ലായ്മ ചെയ്യലിൻ്റെയും ശക്തി, അപാരമായ ശക്തിയാണ് ഇതിനുള്ളത്. ഈ കർത്താവിൻ്റെ ഈ ദാരിദ്ര്യം, ഈശോ ജീവിച്ച ഈ ദാരിദ്ര്യം, അപ്പോസ്തലന്മാരും വിശുദ്ധരും ജീവിച്ച ഈ ദാരിദ്ര്യം ദൈവരാജ്യ പ്രവേശനത്തിലുള്ള ഒരു പ്രധാന വ്യവസ്ഥയായി ഈശോ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. ലൂക്കായുടെ സുവിശേഷത്തിൽ ദരിദ്രരെ നിങ്ങൾ ഭാഗ്യവാന്മാർ എന്ന് ലൂക്ക പറയുമ്പോൾ മത്തായി ആത്മാവിൽ ദരിദ്രർ ഭാഗ്യവാന്മാരെന്ന് പ്രത്യേകം പറയും. ഇതിന് രണ്ടും തമ്മിൽ വൈരുദ്ധ്യമില്ലേ എന്ന് ഒരുപക്ഷെ തോന്നിയേക്കാം. പക്ഷേ രണ്ടും ഒരേ കാര്യം തന്നെയാണ് പറയുന്നത്. കാരണം ലൂക്ക ദരിദ്രരെ എന്ന് പറയുന്നുണ്ടെങ്കിലും ആത്മാവിൽ ദരിദ്രരിൽ നിന്ന് സഭ ആരംഭിക്കുന്നതായി വിവരിക്കുന്ന ലൂക്ക തന്നെയാണ്. ലൂക്കായുടെ സുവിശേഷത്തിലാണ് മുൻപ് പറഞ്ഞ ശമയോനും അന്നായും ആട്ടിടയരും അതുപോലെ മറിയത്തിൻ്റെ യൗസേപ്പിൻ്റെ ദാരിദ്ര്യവനെ വിവരിക്കുന്ന ലൂക്കാ സുവിശേഷകനാണ്. അപ്പോൾ ആത്മാവിൽ ദരിദ്രർ ഭാഗ്യവാന്മാർ എന്ന് മത്തായി പറയുന്നത് അതേ അർത്ഥത്തിൽ തന്നെയാണ് ലൂക്ക ദരിദ്രരെ ഭാഗ്യവാന്മാരെന്നും പറഞ്ഞിരിക്കുന്നത്. ആത്മാവിലുള്ള ഈ ദാരിദ്ര്യം, ആന്തരികമായിട്ടും ബാഹ്യമായിട്ടുമുള്ള ഈ ദാരിദ്ര്യം സഭയുടെ സ്വത്താണ്, സഭയുടെ സമ്പത്താണ്. ഈ ഭൂമിയിൽ ദൈവരാജ്യം സ്ഥാപിതമാകുന്നതിന് പ്രകാരമുള്ള സർവസംഘ പരിത്യാഗികളുടെ നിര വർദ്ധിക്കേണ്ടതായിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ യഥാർത്ഥത്തിലുള്ള ഒരു ആഗമനത്തിനായി ആഗ്രഹിച്ച് ദാഹിക്കുന്ന നമുക്ക് ആത്മാവിൽ ദരിദ്രരാകുവാൻ ഇഷ്ടപ്പെടാം, അതിനെ സ്നേഹിക്കാം. അനേക വിശുദ്ധർ തങ്ങളുടെ ജീവിത മാതൃക വഴി കാണിച്ചു തന്നിട്ടുള്ളതുപോലെയും യേശുവിൻ്റെ പരമോന്നത മാതൃക അനുകരിച്ചുകൊണ്ടും ഈ ലോക വസ്തുക്കളിൽ നിന്നും, ഈ ലോക സൗഭാഗ്യങ്ങളിൽ നിന്നും, ഈ ലോക സമ്പത്തിൽ നിന്നെല്ലാം മനസ്സിനെ മനഃപൂർവ്വം അകറ്റി നിർത്തിക്കൊണ്ട് കർത്താവിൽ ആനന്ദിക്കുന്ന ആത്മാവിൽ ദരിദ്ര യഥാർത്ഥ സ്വഭാവത അവർ കർത്താവിലാണ് ഒരു ആനന്ദം. കന്യാമറിയമാണ് മുൻപന്തിൽ നിൽക്കുന്നത്. മറിയം പറഞ്ഞില്ലേ, എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. ഭൗതിക വസ്തുക്കൾ സമാഹരിച്ച് അതിൽ ആനന്ദിക്കുന്നവരാണ് ഭൂരിപക്ഷം ലോക ജനതകൾ. ദൈവത്തിൽ ആനന്ദിക്കുന്നവരാണ് ആത്മാവിൽ ദരിദ്രർ. അവർക്ക് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അവർ സംതൃപ്തരാണ്. ഭൗതിക വസ്തുക്കളും സമ്പത്തും ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അവർ സംതൃപ്തരാണ്. കാരണം അവർ സൗഭാഗ്യവും സന്തോഷവും കണ്ടെത്തുന്നത് ലോകത്തിലെ ഒന്നിലുമല്ല, ലോകത്തിൻ്റെയും സകലത്തിൻ്റെയും കർത്താവായ ദൈവത്തിലാണ്. ഈ ആത്മീയമായ പക്വത നമുക്ക് പ്രാപിക്കാനായി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. കർത്താവായ യേശുവേ, ദൈവരാജ്യത്ത് പ്രവേശിക്കുവാൻ ദാരിദ്ര്യം ആവശ്യമാണെന്ന് ഞങ്ങളെ പഠിപ്പിക്കുന്ന കർത്താവെ, ഈ ദാരിദ്ര്യം
ബാഹ്യമായിട്ടുള്ളത് മാത്രമല്ലെന്നും അതേസമയം ആന്തരികമായ മനോഭാവത്തിൽ മാത്രം ഒതുങ്ങേണ്ടതല്ലെന്നും അങ്ങ് തന്നെ ഞങ്ങളുടെ ജീവിതം വഴിയായി പഠിപ്പിച്ചു തന്നു. കർത്താവെ, അങ്ങയുടെ മാതൃക അനുസരിച്ച് ആത്മാവിൽ ദരിദ്രരായി തരുവാൻ ഞങ്ങളെ ഉത്തേജിപ്പിക്കണമേ. ഈ ലോകത്തെ എല്ലാം വെട്ടിപ്പിടി സ്വന്തമാക്കുവാനുള്ള ആർത്തിയിൽ നിന്ന് ഞങ്ങളെ സ്വതന്ത്രരാക്കണമേ. ദൈവത്തിൽ സൗഭാഗ്യം കണ്ടെത്തുവാനും ദൈവത്തിൽ ആനന്ദിക്കുവാനും ശുദ്ധമറിയത്തെ പോലെ എൻ്റെ ചിത്തം രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു എന്ന് പറഞ്ഞ പരിശുദ്ധ മാതാവിനെ പോലെ ദൈവത്തിൽ ആനന്ദിക്കുവാനും ഞങ്ങളെ പഠിപ്പിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ക്രൈസ്തലോട്.